തെരഞ്ഞെടുപ്പിനെ ശക്തമായി നേരിടുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പാർട്ടിക്കുള്ളിൽ കൂടിയാലോചിച്ച് സ്ഥാനാർത്ഥിയെ ഉടൻ നിശ്ചയിക്കും. ഹൈക്കമാൻഡിന്റെ ഉറപ്പ് ലഭിച്ച ശേഷം 2-3 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും അടൂർ പ്രകാശ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ ശക്തമായി നേരിടും. തെരഞ്ഞെടുപ്പിൽ UDFനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായ വിശ്വാസമുള്ള ഒന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളത് പരിപൂർണമായ വിശ്വാസമുള്ളതാണ്. അപ്പൊ UDF കൂട്ടായി ആലോചിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന കാര്യം ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്. അത് കൂടാതെ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ആയി കൂട്ടായി ആലോചിച്ചുകൊണ്ട് ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നതിനെ കുറിച്ച് അതിനുള്ള ഒരു തീരുമാനം, അന്തിമമായ തീരുമാനം എടുക്കും. ആ അന്തിമമായ തീരുമാനം എടുക്കുന്ന അവസരത്തിൽ അതിന്റെ അവസാനം അതിന് അനുമതി നൽകേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് അനുമതി നൽകുന്നതനുസരിച്ച് ഡിക്ലറേഷൻ ഉടൻ തന്നെ ഉണ്ടാകും. ഒരു കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല.